ഹായ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. എൻ്റെ പേര് വിപിന, ബയോളജിയാണ് എടുക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് വെച്ചിട്ട് ഒരു വേർഡ്സ് കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് എപ്പോഴും ഒരു തുടക്കം ആവശ്യമാണ് അല്ലേ. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ once said, any fool can know, but the point is to understand. Okay, the point is to understand. ഏത് വിട്ടിക്ക് വേണമെങ്കിലും എല്ലാം അറിയാൻ പറ്റും, പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കഴിവ് വേണം അല്ലേ. ദ പോയിന്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ്. സോ എല്ലാം ഇങ്ങനെ വെറുതെ അറിഞ്ഞിരിക്കുന്നതിലല്ല കാര്യം. സോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് പഠിക്കുമ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മൾ പരീക്ഷയ്ക്കൊക്കെ അല്ലേ എല്ലാരും പഠിക്കും. ചിലര് നന്നായിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല. വൈ? ചിലരാണെങ്കിൽ ഭയങ്കര സമയമൊന്നും എടുക്കാതെ ജസ്റ്റ് ഒന്ന് മറ്റേ ചിട്ടി റോബോട്ട് പോലെ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് പഠിക്കും. പക്ഷെ അവർക്ക് പെട്ടെന്ന് അങ്ങ് ക്ലിക്കാവും അല്ലെ പരീക്ഷയ്ക്ക്. പക്ഷെ നല്ല മാർക്ക് വന്നു. എങ്ങനെയാ? അവര് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, മനസ്സിലാക്കി പഠിക്കും. സോ നമുക്ക് മനസ്സിലാക്കി പഠിക്കണം. ബുദ്ധി വിവേകവും വേണം. ഓക്കെ, കുറേ അങ്ങനെ വാരി വലിച്ച് പഠിക്കണ്ട, വേണ്ടത് പഠിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മള് 10th CBSEയുടെ ബയോളജിയിലെ ഫസ്റ്റ് ബയോളജിയിൽ പഠിക്കാനുള്ള ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ന്യൂട്രീഷൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ സ്കൂളി പച്ചവെള്ളത്തിന്റെ സ്കൂളി ലേണിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ലൈഫ് പ്രോസസ്സസ്? എന്താണ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ലൈഫ് പ്രോസസ്സസ് ആർ സെവറൽ, റൈറ്റ്? ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. These are the type of life processes take place in our body or എല്ലാ ആനിമൽസിന്റെയും ബോഡിയിൽ അല്ലെ. എന്താണ് ലൈഫ് പ്രോസസ്സസ്? ലൈഫ് പ്രോസസ്സസ് ആർ ദ ബേസിക് പ്രോസസ്സസ് ഇൻ ലിവിങ് ഓർഗാനിസം വിച്ച് ആർ നെസസറി ഫോർ മെയിൻറ്റെയിനിങ് ദെയർ ലൈഫ് അല്ലെ. നമ്മുടെ ലൈഫ് ഓർ ലൈഫ് ഓൺ എർത്ത് ഇറ്റ് സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സസ് ആണ് ലൈഫ് പ്രോസസ്സസ്. നോക്കൂ, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഫോർ ലൈഫ് പ്രോസസ്സസ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എന്തായിരിക്കും സംഭവിക്കുക? ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ മെറ്റബോളിസം തകരാറിലാവും. നമുക്ക് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും അല്ലെ. നമ്മുടെ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും, ഈവൻ പ്ലാന്റ്സും എല്ലാവരുടെയും. സോ ലൈഫ് പ്രോസസ്സസ് എല്ലാം കൂടി എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, സോ the basic life processes are nutrition, respiration, transportation and excretion. നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പഠിക്കാൻ പോകുന്നതും ഈ ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ഇന്നത്തെ പോർഷനിൽ ഇന്ന് എടുക്കാൻ പോകുന്നതിൽ ന്യൂട്രീഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആൻഡ് ന്യൂട്രീഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള. ഓക്കെ, സോ വാട്ട് ഈസ് ന്യൂട്രീഷൻ? യു ഓൾ നോ. ന്യൂട്രീഷൻ എന്താ? Nutrition is the process of taking food by an organism and its utilization by the body for life processes. അല്ലേ, നമുക്ക് ന്യൂട്രീഷൻ വേണമെങ്കിൽ where do we get the nutrition? The nutrition get from food അല്ലേ. ഫുഡിൽ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നത് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കണം എന്ന് അമ്മമാരും ടീച്ചർമാരും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഫുഡ് കഴിച്ചില്ലെങ്കിൽ ന്യൂട്രീഷൻ കിട്ടില്ല അല്ലേ. ഫുഡ് സമയത്തിന് കഴിച്ചാൽ മാത്രമേ നമുക്ക് ന്യൂട്രീഷൻ കിട്ടൂ. പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങളെ പോലുള്ള കുട്ടികൾ വളർന്നു വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം എന്നാണ് പറയുക. സോ നമുക്ക് ന്യൂട്രീഷൻ ഫുഡിലൂടെ കിട്ടും അല്ലെ. So nutrition is the process of taking food by an organism and its utilization. അത് ഫുഡ് വെറുതെ ഇങ്ങനെ കഴിക്കുകയല്ല, അത് നമ്മളെ ബാക്കി മെറ്റബോളിസത്തിന്, ബാക്കി ലൈഫ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നു. ഫുഡ് അതേപോലെ യൂസ് ചെയ്യാതിരിക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില്, ആനിമൽസിന്റെ ഒക്കെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ എല്ലാവരുടെയും ഉള്ളില്
അവർ ഫുഡ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് പ്രോസസ് ഒക്കെ നടക്കും. സോ നമുക്ക് ഫസ്റ്റ് എന്താ, ആദ്യത്തെ കാൽവെപ്പ് എന്നുള്ള നിലയ്ക്ക് we have to move on to the topic nutrition. Okay, so nutrition is the process of taking food by an organism and its utilization by the body to build the body, for growth, to repair the damaged parts of the body, and for energy. എന്തിനൊക്കെ വേണ്ടിയിട്ടാ, ഗ്രോത്തിന് വേണ്ടിയിട്ട്, build the body build ചെയ്യാൻ വേണ്ടിയിട്ട്, and to repair the damaged parts of the body, and for energy. Okay, so modes of nutrition, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ആനുവൽ എക്സാമിന് കുറെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? കുറെ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് എന്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? ഇതാണ് 2 ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ 2 മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ 2 ടൈപ്പ് ആണ്, ഓട്ടോട്രോഫിക്കും heterotrophic. Okay, what do you mean by autotrophic nutrition? The name itself suggests that. Autotrophic, അല്ലേ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ, അല്ലേ? Organisms prepare their own food from simple inorganic substances like carbon dioxide and water in the presence of sunlight and chlorophyll. Definition കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലേ, photosynthesis. Okay, so examples are all green plants and some bacteria. Okay, അപ്പം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്, അത്തരം ഓർഗാനിസത്തിനെയാണ് ഓട്ടോട്രോഫിക് ഓർഗാനിസം. അവർ നടത്തുന്ന ന്യൂട്രീഷനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസിലൂടെയാണ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുക, അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. പ്ലാന്റ്സ് മെയ്ഡ് their own food from photosynthesis. ഓക്കെ, സോ ഓൾ ഗ്രീൻ പ്ലാന്റ്സും ചില ബാക്ടീരിയയും ഓട്ടോട്രോഫിക് ന്യൂട്രീഷന് എക്സാമ്പിൾ ആണ്. ഇത് പഠിച്ചാൽ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പകുതി മാർക്കായി, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 1 മാർക്കായി. ഓക്കെ, സോ ദെൻ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താ ഹെറ്ററോട്രോഫിക്? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ദേ ആർ ഡിപ്പെൻഡ് അപ്പോൺ autotrophic organisms, അല്ലെ? So organisms get their food directly or indirectly from plants. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്യും, പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സിനെ, മെയിൻലി പ്ലാന്റ്സിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുക. സോ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസം, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, all animals and fungi included human, നമ്മളൊക്കെ എന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ്. ഓക്കെ, all animals, fungi ഇവരൊക്കെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി types of heterotrophic nutrition. So we have studied heterotrophic nutrition. What is heterotrophic nutrition? And there are 3 types of heterotrophic nutrition are there. 3 types. What are they? One is saprophytic, then parasitic, then holozoic. Saprophytic, parasitic and holozoic. Okay, പെട്ടെന്ന് ഹോളോസോയിക് എന്താ, നമ്മൾ ഹ്യൂമൻസ് ഒക്കെ പെടുന്നത് ഹോളോസോയിക്കിലാണ്. ഓക്കെ, സോ saprophytic organisms get their food from dead and decaying organisms. Okay, ഡെഡും ഡീക്കേയിങ് ഒക്കെ ആയിട്ടുള്ള, അതായത് ചത്ത് ചീഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ, തിങ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഫുഡ്, ന്യൂട്രിയൻസും ഫുഡൊക്കെ വലിച്ചെടുക്കുന്നവരെയാണ് എന്ത് പറയുന്നത്, സാപ്രോഫൈറ്റ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് മഷ്റൂം, ബ്രെഡ് മോൾഡ്, ഈസ്റ്റ് ആൻഡ് സം ബാക്ടീരിയ. ഓക്കെ, സാപ്രോഫൈറ്റിക് ഓർഗാനിസംസ് കിട്ടിയില്ലേ? പിന്നെ പാരസൈറ്റിക്, നമ്മൾ കുറെ പാരസൈറ്റിക് എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ഒക്കെ 9th 8th പഠിച്ചിട്ടുണ്ടാവും. സോ എന്താണ്, എക്കോളജിക്കൽ ഇന്ററാക്ഷൻസിൽ പാരസൈറ്റിസം പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? സോ പാരസൈറ്റിക് എന്തായിരിക്കും, പാരസൈറ്റിക് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല്, പാരസൈറ്റ് അതെ എന്താണ്, ഒരു ഹോസ്റ്റിന്റെ മേത്ത് പറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഹോസ്റ്റിന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഈ പാരസൈറ്റ് അങ്ങ് വലിച്ചെടുക്കും. അതാണ് പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ, അല്ലെ? Organisms get their food from living organisms
ദാറ്റ് എന്താണ് വിളിക്കുക, ഹോസ്റ്റ് എന്ന് വിളിക്കും. വിത്തൗട്ട് കില്ലിംഗ് ദം, അവരെന്താ കൊല്ലുവൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യന്മാരുടെ തലയിൽ കാണുന്ന പേന് വരെ എന്താണ്, ഒരു പാരസൈറ്റ് ആണെന്ന് പറയാ അല്ലെ. അതുപോലെ ഇപ്പൊ മാവ്, നമ്മുടെ മാംഗോ ലൊറാന്തസ്, അത് പിന്നെ വാൻഡ, മാംഗോ ട്രീയും വാൻഡയും, ഇതൊക്കെ പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഓർഗാനിസംസ് ഗെറ്റ് their food from living organism without killing them. എക്സാമ്പിൾ കസ്ക്യൂട്ട, ഓർക്കിഡ്സ്, ടിക്സ്, ലൈസ്, leeches, atta, roundworm, tapeworm, plasmodium. I have given so many examples for parasitism. Okay, then holozoic heterotrophic nutrition. What do you mean by holozoic? Organisms take food directly and then digest and absorb it. അല്ലെ, പ്ലാന്റ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിൽ നിന്നൊക്കെ, പ്ലാന്റ്സിൽ നിന്ന് ഡയറക്ട്ലി അവർ ഫുഡിന് വേണ്ടി അവരെ ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻസൈഡ് അവരുടെ ഉള്ളിൽ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിള് മാൻ, ഫിഷസ്, ബേർഡ്സ്, അമീബ, പാരമീസിയം. ഓക്കെ, സോ 3 types of heterotrophic nutrition are there: saprophytic, parasitic and holozoic. Okay, then nutrition in plants. Okay, നമുക്ക് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സും ന്യൂട്രീഷൻ ഇൻ ആനിമൽസും പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് ആണ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, സോ എന്താണ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഓട്ടോട്രോഫ്സ് ആണ് പ്ലാന്റ്സ് ഒക്കെ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. സോ ദേ മെയ്ഡ് their ഫുഡ് ഫ്രം ഫോട്ടോസിന്തസിസ് അല്ലേ. Plants prepare food by using carbon dioxide and water in the presence of sunlight and chlorophyll. Okay, സൺലൈറ്റും പിന്നെ പ്ലാന്റ്സിന്റെ ലീവ്സിൽ തന്നെ എന്തുണ്ടായിരിക്കും, പ്ലാന്റ്സിൽ കാണുന്ന ഗ്രീൻ പിഗ്മെന്റ്സിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയാ അല്ലെ. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്താണ് ക്ലോറോഫിൽ. പ്ലാന്റ്സിൽ കാണുന്ന ഗ്രീൻ പിഗ്മെന്റ്സ്, അതില്ലെങ്കിൽ എന്താ, ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ ക്ലോറോഫിൽ ഈസ് ഒരു ഇന്നോവേറ്റബിൾ പ്ലാന്റ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട്. So plants prepare food by using carbon dioxide and water in the presence of sunlight and chlorophyll. Okay, ഇതിനെയാണ് photosynthesis എന്ന് പറയാ. Definition പഠിച്ചിരിക്കണം. Okay, and the food prepared is carbohydrate which is stored in the form of starch and also oxygen is released in this process. Okay, അപ്പം എന്താണ്, ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പം ഗ്ലൂക്കോസ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ്, അതാണ് കാർബൺ അടങ്ങിയത്, കാർബണും ഹൈഡ്രജനും അടങ്ങിയത് എന്താണ്, കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, വെള്ളവും വെളിച്ചവും സൺലൈറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ചില എൻസൈംസിന്റെ എന്താണ് സഹായത്തോടു കൂടി പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യും. എന്താണ് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് എന്താ കിട്ടുക, ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് കിട്ടും. ആ ഗ്ലൂക്കോസ്, എക്സസ് ആവുന്ന ഗ്ലൂക്കോസ് എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കുക, എക്സസ് ഗ്ലൂക്കോസ് വിൽ ബി സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച്. പിന്നെന്താണ്, പിന്നെ ഓക്സിജൻ ഉണ്ടാവും അല്ലെ, ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ട് ഓക്സിജൻ ഉണ്ടാവും അല്ലെ, നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. സോ ഓക്സിജൻ ഉണ്ടാവും, ഓക്സിജൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് ഫോട്ടോസിന്തസിസിന്റെ വേർഡ് ഇക്വേഷനും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും എക്സാമിന് തെറ്റിക്കാതെ എഴുതണം. ഓക്കെ, ഇങ്ങനെ പോയി കണ്ടു പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എഴുതി പഠിക്കുക. ഓക്കെ, സോ എന്താണ് വേർഡായിട്ട് നമ്മൾ പറയുന്നത് എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഗെറ്റ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഓക്കെ, ഇനി ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാ വരിക, 6CO2 plus 6H2O gives C6H12O6, that is glucose. Okay, plus 6O2, C6CO2 plus 6H2O gives, in the presence of sunlight and in the chlorophyll, C6H12O6 plus 6O2. Okay, ഇത് പറഞ്ഞു പഠിക്കുക ആൻഡ് എഴുതി പഠിക്കുക. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ ഫോട്ടോസിന്തസിസിന് ഇനി 3 സ്റ്റെപ്പുകൾ ഉണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിസിന് എന്തുണ്ട്, there are 3 steps for photosynthesis. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പറഞ്ഞു ലൈറ്റ് എനർജി വേണം, സൺലൈറ്റിന്റെ പ്രസൻസിലേ നടക്കുള്ളൂ അല്ലെ ഫോട്ടോസിന്തസിസ്. അപ്പൊ ക്ലോറോഫിൽ എന്ത് ചെയ്യും, നമ്മുടെ ലീഫിലുള്ള നമ്മുടെ പ്ലാന്റ്സിലുള്ള എന്ത് ഗ്രീൻ പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ എന്ത് ചെയ്യും, സൺലൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് എനർജിനെ എന്ത് ചെയ്യും,
absorb ചെയ്യും. That is the first process. So absorption of light energy by chlorophyll. Okay, got it? Absorption of light energy by chlorophyll. Okay. Second, conversion of light energy into chemical energy. ഇനി അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? കെമിക്കൽ എനർജി ആയിട്ട്. ഓക്കെ. ആൻഡ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ. സൺലൈറ്റിന്റെയും വാട്ടറും സൺലൈറ്റും ഒക്കെ ഇൻടേക്ക് ചെയ്തിട്ടാണല്ലോ ഫോട്ടോസിന്തസിസ് നടക്കുക. സോ വാട്ടറിനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആക്കും. വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കിയാൽ എന്താ കിട്ടുക? ഹൈഡ്രജനും ഓക്സിജനും H2O അല്ലെ? പിന്നെ റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഹൈഡ്രജൻ ടു ഫോം കാർബോഹൈഡ്രേറ്റ്സ്. പഠിച്ചാൽ മതി. റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ? ഗ്ലൂക്കോസ് ആക്കും. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് 3 പ്രോസസ് ഫോട്ടോസിന്തസിസിലെ? ഒന്ന്, ക്ലോറോഫിൽ എന്ത് ചെയ്യും? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യും. 2, ഈ അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിനെ എന്ത് ചെയ്യും? The conversion of light energy into chemical energy and splitting of water to form hydrogen and oxygen. And the third process, എന്താണ് third step? Reduction of carbon dioxide to form carbohydrate. എന്താണ്? glucose ആക്കും. Okay, so you got the 3 process of photosynthesis. This is also very important. Okay, പിന്നെ നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയണില്ലേ? എന്താണ് ക്ലോറോഫിൽ? Chlorophyll are the green pigments present in the leaves. Okay, simply എന്താണ് ഡെഫിനിഷൻ പറയേണ്ടത്? Chlorophyll is the green pigment present in the leaves. Okay, ഇനി ക്ലോറോഫിൽ ഇങ്ങനെ കാണില്ല. ക്ലോറോഫിൽ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഓർഗനലിൽ നിന്നാണ്. ഏത് സെൽ ഓർഗനലിലാ ക്ലോറോഫിൽ കാണാം? ക്ലോറോപ്ലാസ്റ്റില്. ഓക്കെ, cells contain chlorophyll is known as chloroplast. Okay, chlorophyll അടങ്ങിയ സെൽസിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്ത അതേ പിക്ചർ ആണിത് അല്ലെ? എന്താണ് ഇത്? ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊരു ലീഫിന്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അല്ലെ? കണ്ടോ? കണ്ടോ? ഇതാ ഇവിടെ ഈ പോർഷൻ എന്താ? മീസോഫിൽ എന്ന് പറയും. നമ്മൾ എന്ത് പറയും? മീസോഫിൽ എന്ന് പറയും. ഓക്കെ. പിന്നെ വാക്സി ക്യൂട്ടിക്കിൾ, അപ്പർ എപ്പിഡെർമിസ്, ക്ലോറോപ്ലാസ്റ്റ്, എയർ സ്പേസസ്, ഗോഡ് സെൽസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, ലോവർ എപ്പിഡെർമിസ്, ഇങ്ങനെ പറഞ്ഞ കുറെ എന്താണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താ? ക്ലോറോപ്ലാസ്റ്റ് അല്ലെ? ലീഫിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് നമ്മള് മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ ഇങ്ങനെ വട്ടം ഷേപ്പിൽ കാണുന്നില്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് ക്ലോറോപ്ലാസ്റ്റ്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്, കണ്ടോ ഇങ്ങനെ ഒരു ക്ലോറോപ്ലാസ്റ്റുകൾ കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിലാണ് എന്ത് കാണുക? ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഗ്രീൻ പിഗ്മെന്റ്സ്. ഓക്കെ, ക്ലോറോഫിൽ അങ്ങനെയാണ് കാണുക. സോ ഈ പിക്ചർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ? നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ നേരത്തെ പറഞ്ഞു എവിടെയാ കാണുക പറഞ്ഞു. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മെംബ്രേനിയസ് സ്ട്രക്ചർ ആണ് ക്ലോറോപ്ലാസ്റ്റിനുള്ള. ഡബിൾ ലെയർ ഉണ്ട്. ഔട്ടർ ലെയറും ഉണ്ട്, ഇന്നർ ലെയറും ഉണ്ട് അല്ലെ? ഇന്നർ മെംബ്രേനിയസ് ദർ ആൻഡ് ഔട്ടർ മെംബ്രേനിയസ് ദർ. പിന്നെ കോയിൻ അടുക്കി വെച്ച പോലെ കുറെ സ്ട്രക്ചർ ഇങ്ങനെ കാണും അല്ലെ? കോയിൻ അടുക്കി വെച്ച പോലെ കുറെ സ്ട്രക്ചർ കാണും. എന്താ അതിന് വിളിക്കുക? അതിനെ വിളിക്കുകയാണ്, എന്ത് വിളിക്കും? അതിനെന്ത് വിളിക്കും? ഗ്രാനം എന്ന് വിളിക്കും. അതായത് ഈ കോയിൽ അടുക്കി വെച്ച പോലത്തെ ഈ സ്ട്രക്ചറിനെ എന്ത് വിളിക്കും? ഗ്രാന അല്ലെങ്കിൽ ഗ്രാനം. ഓക്കെ, ഗ്രാനം. ഓരോന്നിനും ഗ്രാനം എന്ന് വിളിക്കും, അല്ലെങ്കിൽ മൊത്തത്തില് ഗ്രാന എന്ന് വിളിക്കും. ഇനി കോയിൻ അടുക്കി വെച്ച പോലെ ഉള്ളതിനെ ഗ്രാനം എന്ന് വിളിക്കും. ഈ ഓരോ കോയിന്മാരത്തെ സ്ട്രക്ചറിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് നോൺ ആസ് തൈലക്കോയിഡ് അല്ലെ? തൈലക്കോയിഡ്. അപ്പൊ ഗ്രാന എന്താ, തൈലക്കോയിഡ് എന്താന്ന് അടയാളപ്പെടുത്താനും എഴുതാനും ഒക്കെ പഠിക്കണം കേട്ടോ. ഗ്രാന, തൈലക്കോയിഡ്. ഓക്കെ, പിന്നെന്താ? സ്ട്രോമ. ഇവിടെ അതിന്റെ ബാക്കിയുള്ള ഏരിയയില് ലിക്വിഡ് ആയിട്ടുള്ള അക്വസ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനെയാണ് സ്ട്രോമ എന്ന് വിളിക്കുക. സ്ട്രോമ. ഓക്കെ, സോ കിട്ടിയോ? തൈലക്കോയിഡ് എന്താ, ഗ്രാന എന്താന്നൊക്കെ കിട്ടിയോ? വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാവും. എപ്പോഴും നമ്മൾ ബയോളജി സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പിക്ചർ ഉണ്ടെങ്കിൽ
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ചു നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിക്ചർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് എഴുതി അത് വരച്ചങ്ങ് പഠിക്കുക. അത് വരച്ച് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിൽ അത് വേഗം കയറും. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്ഷൻ അത് വരച്ചതിലൂടെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ച് പഠിക്കുന്നത് വളരെ ബെറ്റർ ആണ്. ഓക്കെ, പിന്നെന്താ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ദേ ഹാവ് ഗിവൺ എന്താണ്, കുറച്ച് എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിന്തസിന് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞു, ലൈറ്റ് എനർജി, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ, പിന്നെ ക്ലോറോഫിൽ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ക്ലോറോഫിൽ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ക്ലോറോഫിൽ ഇല്ലെങ്കിൽ എന്താണ് ഫോട്ടോസിന്തസിസ് നടക്കുവോ ഇല്ല എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. എന്താണത്, activity to show that chlorophyll is necessary for photosynthesis. എന്താണ്, ടേക്ക് എ പോട്ടഡ് പ്ലാന്റ് ഹാവിംഗ് വെരിഗേറ്റഡ് ലീവ്സ്. എന്താണ് വെരിഗേറ്റഡ് ലീവ്സ് അല്ലെങ്കിൽ വെറൈഗേറ്റഡ് ലീവ്സ്, നിങ്ങൾ എങ്ങനെ വേണേലും വായിച്ചോളൂ. സോ വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറഞ്ഞാല് ചില സ്ഥലങ്ങളിൽ പച്ച കളറ്, ചിലതില് എന്താണ് വേറെ പച്ചയല്ലാത്ത വേറെ കളറിലൊക്കെ കാണുന്നു അല്ലെ. അങ്ങനെയുള്ള ലീവ്സിനെ വിളിക്കുന്ന പേരാണ് വെരിഗേറ്റഡ് ലീവ്സ്. ഫോർ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞ പോലെ ക്രോട്ടൺ പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ്, ഇതൊക്കെ വെരിഗേറ്റഡ് ലീവ്സിന് എക്സാമ്പിൾ ആണ്. സോ അങ്ങനെയുള്ള 2 പ്ലാന്റ് എടുത്ത് നമ്മൾ വെച്ചു. എന്നിട്ട് എന്താ, കീപ് ഇറ്റ് ഇൻ എ ഡാർക്ക് റൂം ഫോർ 3 days സോ ദാറ്റ് ഓൾ ദ സ്റ്റാർച്ച് ഈസ് യൂസ്ഡ്. അപ്പോൾ ലൈറ്റ് എനർജി ഒന്നും കിട്ടാതെ അതിനെ ഡാർക്ക് റൂമിൽ ഇട്ടിട്ട് പൂട്ടി വെക്കുക. ആൻഡ് ദെൻ കീപ് ഇറ്റ് ഇൻ സൺലൈറ്റ് ഫോർ 6 hours. പിന്നെ അതിന് സൺലൈറ്റിന് എക്സ്പോഷർ കൊടുക്കുക. ഓക്കെ, then take a leaf from the plant and mark the green areas of the leaf on a sheet of paper. Okay, അപ്പം വെരിഗേറ്റഡ് ലീവ്സിൽ നമ്മൾ പറഞ്ഞു വേറെ കളറും കാണും ഗ്രീൻ കളറിന്റെ കൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്രീൻ കളറുള്ള പോർഷൻസ് നമ്മൾ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, then dip the leaf in boiling water to make it soft. അല്ലെ, ബോയിലിംഗ് വാട്ടറിൽ ലീഫ് ഇട്ട് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആവും. എന്നിട്ട് എന്താ ചെയ്യണ്ടേ, then dip the leaf in alcohol and heat it in a water bath to decolorize it and remove the chlorophyll. അപ്പൊ ക്ലോറോഫിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ആൽക്കഹോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്യണം. ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനൊരു ഹീറ്റ് കൊടുക്കുക വാട്ടർ ബാത്തിൽ. ഓക്കെ, അപ്പൊ ക്ലോറോഫിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും നമ്മൾ കാണുക, ഇനി then wash the leaf in water. നമ്മൾ എന്ത് ചെയ്യണം, വാട്ടറിൽ വാഷ് ചെയ്യണം ലീഫ്. എന്നിട്ട് നമ്മൾ അയഡിൻ സൊല്യൂഷനിൽ എന്ത് ചെയ്യണം, ഡിപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം, അയോഡിൻ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യണം. എന്തായിരിക്കും നമ്മുടെ റെഫറൻസ്, എന്തായിരിക്കും നമ്മൾ കാണുക, ഒബ്സർവേഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് ഓൺലി ദ ഗ്രീൻ പാർട്സ് ഓഫ് ദ ലീഫ് ടേൺസ് ബ്ലൂ ബ്ലാക്ക്. ഓക്കെ, എന്താണ്, ഗ്രീൻ പാർട്സ് ഓഫ് ദ ലീഫ് ടേൺസ് ബ്ലൂ ബ്ലാക്ക്. പച്ച കളറുള്ള ഭാഗം മാത്രം ബ്ലൂ ബ്ലാക്ക് ആയി അയഡിൻ സൊല്യൂഷനിൽ മുക്കിയപ്പം എന്തായി, പച്ച കളറുള്ള ഭാഗം മാത്രം. ബാക്കിയോ, ബാക്കി ആയില്ല, ബ്ലൂ ബ്ലാക്ക് ആയില്ല. അയഡിനായിട്ട് റിയാക്ട് ചെയ്തില്ല, അയഡിൻ സൊല്യൂഷനായിട്ടൊന്നും റിയാക്ട് ചെയ്തില്ല. കാരണം എന്താ, ക്ലോറോഫിൽ ഉള്ള ഭാഗമാണ് ഈ പച്ച കളർ, അത് മാത്രമേ റിയാക്ട് ചെയ്തുള്ളൂ. സോ ദിസ് ഷോസ് ദാറ്റ് ക്ലോറോഫിൽ ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. സോ ഈ എക്സ്പെരിമെന്റ് നിങ്ങളോട് ചിലപ്പം എഴുതാനോ പറയും, അല്ലെങ്കിൽ മേ ബി എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു തന്നിട്ട് അതിൽ ഒബ്സർവേഷൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. സോ എക്സ്പെരിമെന്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഇനി നമ്മള് കാർബൺ ഡൈ ഓക്സൈഡ് വേണം എന്ന് പറഞ്ഞല്ലോ അല്ലെ, എന്തിന്, ഫോട്ടോസിന്തസിനൊക്കെ. സോ അതിനെ പറ്റിയൊക്കെ പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം, സ്റ്റൊമാറ്റ എന്താണെന്ന് പഠിക്കണം. സ്റ്റൊമാറ്റ കേട്ടിട്ടുണ്ടാവും അല്ലെ. സ്റ്റൊമാറ്റ ആർ ടൈനി പോർസ് ഓൺ ദ ലീവ്സ് അല്ലെ, ചെറിയ ചെറിയ സുഷിര ഓട്ടകൾ ലീവ്സിൽ കാണുന്ന ചെറിയ ചെറിയ പോർസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. സ്റ്റൊമാറ്റ ആർ ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ ലീവ്സ് ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് takes place. What do you mean by exchange of gases? ഒരു പേരുണ്ടല്ലോ അതിന്, yes, transpiration. So സ്റ്റൊമാറ്റയിൽ കൂടെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ നോക്കൂ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ എന്താണ്, അതിനിങ്ങനെ എന്താണ് ഗോഡ് സെൽസ് ഉണ്ട് അല്ലെ, ഗോഡ് സെൽസ് ഉണ്ട്. ഈ സ്റ്റൊമാറ്റ ഹാസ് എ പെയർ ഓഫ് ഗോഡ് സെൽസ് which controls the opening and closing of the stomatal pore. Okay, the stomatയുടെ pore, സ്റ്റൊമാറ്റൽ പോർ എന്ത് ചെയ്യണം, നമ്മളുടെ ആ സ്റ്റൊമാറ്റയുടെ ലീഫിന്റെ ആവശ്യം അനുസരിച്ച് ക്ലോസ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യുകയും വേണം. സോ സ്റ്റൊമാറ്റൽ പോർ ഷുഡ് ബി ക്ലോസ് ആൻഡ് ഓപ്പൺ in certain situations and with the help of which cells, God cells, the stomatal pore should be open and closed. Okay, each stomata has a pair of God cells. 2 God cells ഉണ്ടായിരിക്കും.
as you can see in the picture. Okay, when water enters the guard cells, it swells and the pore opens, and when the guard cells lose water, it shrinks and the pore closes. ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എപ്പോഴാണ് സ്റ്റൊമാറ്റൽ പോർ ഓപ്പൺ ചെയ്യുക, എപ്പോഴാണ് സ്റ്റൊമാറ്റൽ പോർ ക്ലോസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ്? വാട്ടർ ഗോഡ് സെൽസിൽ കടക്കുമ്പോൾ, വാട്ടർ എൻറ്റേഴ്സ് ദ ഗോഡ് സെൽസ്, ഇറ്റ് സ്വെൽസ് അല്ലെ, അത് സ്വെൽ ചെയ്യും, ആൻഡ് ദ പോർ ഓപ്പൺസ്, അപ്പോ സ്റ്റൊമാറ്റൽ പോർ എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ഇനി വാട്ടറിനെ പുറത്തേക്ക് കിടത്തണം. വെൻ ദ ഗോഡ് സെൽസ് ലോസ് വാട്ടർ, വാട്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വെല്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് ഷ്രിങ്സ് ആൻഡ് ദ പോർ ക്ലോസസ്. സിമ്പിൾ മെക്കാനിക്സ് ആണ്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. സ്റ്റൊമാറ്റൽ പോറില് വാട്ടർ ഉള്ളിൽ ചെന്നാല് അത് സ്വെൽ ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും? ഓപ്പൺ ആവും. ആൻഡ് ഗോഡ് സെൽസിന്റെ ഉള്ളിൽ എപ്പോഴാണോ ലോസ് ഓഫ് വാട്ടർ ഉണ്ടാവുന്നത്, അപ്പൊ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, ആൻഡ് ദ പോർ ക്ലോസസ്. ഓക്കെ. ആൻഡ് carbon dioxide is necessary for photosynthesis. So carbon dioxide necessary ആണ് photosynthesisന് എന്ന് കാണിക്കുന്ന എക്സ്പെരിമെന്റ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ? എന്താണ്? ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല, പക്ഷേ as you can see in the picture itself you can describe അല്ലെ? പിക്ചർ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യുന്നത്? നമ്മള് പ്ലാന്റ് എടുത്തിട്ട്, ഒരേപോലത്തെ 2 പ്ലാന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് വെച്ചു. എന്നിട്ട് നമ്മള് ഒരു ജാറ്, ഒരു ഗ്ലാസിന്റെ മൂടിയെടുത്ത് നമ്മൾ അടച്ചു വെക്കുകയാണ് അല്ലെ? മൂടിയെടുത്ത് നമ്മൾ അടച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വാസലിൻ കൊണ്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? എയർ ടൈറ്റ് ആക്കുന്നു, ഉള്ളിൽ എയറും കാര്യങ്ങളും ലൈറ്റ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മള് ഒരു ബെൽജാർ വെച്ചിട്ട്, ഓക്കെ, ബെൽജാർ വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു വാച്ച് ഗ്ലാസ്സിൽ KOH അല്ലെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട്, KOH അല്ലെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് വൺ ഓഫ് ദ പ്ലാന്റിന്റെ ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ ഒരു കോട്ടൺ KOH മുക്കിയിട്ട് വെക്കണം. എന്തേണു? ഒരു കോട്ടൺ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ മുക്കിയിട്ട് ഈ വൺ ഓഫ് ദ പ്ലാന്റിന്റെ ഉള്ളിൽ വെക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ KOH എന്ത് ചെയ്യും? KOH has a property to absorb carbon dioxide. So കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യാൻ പറ്റും? കാർബൺ ഡയോക്സൈഡിനെ ആർക്ക് വലിച്ചെടുക്കാം? ഈ KOHന് വലിച്ചെടുക്കാൻ പറ്റും. സോ KOH കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. ആൻഡ് ആ KOH വെച്ച് എന്താണ്? ജാറിന്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കോ? ഫോട്ടോസിന്തസിസ് എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല. അപ്പൊ മറ്റേ പ്ലാന്റിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് സംഭവിക്കുള്ളൂ. ഓക്കെ. സോ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പഠിച്ചു വെക്കുക. ഈ പിക്ചർ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇൻഫറൻസും ഒബ്സർവേഷനും ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. സോ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. അതിന്റെ പ്രോസസ് എന്താ, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കാർബൺ ഡയോക്സൈഡ് നെസസറി ആണ്, അതിന് ക്ലോറോഫിൽ നെസസറി ആണ്. ഇതിന്റെ രണ്ടിന്റെ എക്സ്പെരിമെന്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. ഓക്കെ, ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്താണ്? ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അമീബ വെച്ചിട്ട് തുടങ്ങാം അല്ലെ? അമീബ ചെറിയ ജീവിയാണ് അല്ലെ? സോ ന്യൂട്രീഷൻ ഇൻ അമീബ. ഓക്കെ, അമീബ ഈസ് യൂണിസെല്ലുലാർ ആനിമൽ ലിവിംഗ് ഇൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിൽ ജീവിക്കുന്ന യൂണിസെല്ലുലാർ എന്താണ്? ഒരു സെല്ലുള്ളത്, ഏകകോശ ജീവി എന്നൊക്കെ പറയും. ഒരു സെല്ലുള്ളത്. ഓക്കെ, സോ അമീബ ഈസ് എ unicellular animal living in water. It takes in food by forming finger-like projections called pseudopodia. Okay, pseudopodia. Fill in the blanks ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അമീബ എങ്ങനെയാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്? So it intake the food by pseudopodia. Okay, and forms a food vacuole. So pseudopodia വെച്ചിട്ട് ഫുഡിനെ എന്ത് ചെയ്യും? ഇൻടേക്ക് ചെയ്യുകയും and it forms a food vacuole then. Okay, inside the food vacuole the food is digested and then absorbed. അപ്പോൾ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലാണ് ഫുഡ് അബ്സോർബ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. The undigested food is then sent out through the surface of the cell. സെല്ലിന്റെ സർഫേസിൽ കൂടെ തന്നെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. സോ ഇൻ ദിസ് പിക്ചർ, ടെക്സ്റ്റിൽ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇതാണ് അമീബയുടെ സ്ട്രക്ചർ അല്ലേ? വലിയ പെർട്ടിക്കുലർ സ്ട്രക്ചർ എന്നൊന്നും പറയാനില്ല. അമീബയ്ക്ക് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള പിക്ചർ വരയ്ക്കുക. ആൻഡ്
ഫുഡ് പാർട്ടിക്കിൾ ഇപ്പൊ റെഡ് കളറിൽ കാണുന്നതാണ്, ഈ റെഡ് കളറിൽ കാണുന്നതാണ് എന്ത്, ഫുഡ് പാർട്ടിക്കിൾ ആയിട്ട് ഡെപിക്ട് ചെയ്തത് അല്ലെ. എന്താണ് ഫുഡ് പാർട്ടിക്കിളിനെ കണ്ട അതിൽ തന്നെ അമീബ സ്യൂഡോപോഡിയ വെച്ചിട്ട് അതിനെ എൻഗൾഫ് ചെയ്യാൻ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഫോംഡ് എ ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂളിന്റെ ഉള്ളിലാണ് പിന്നെ അബ്സോർപ്ഷനും ഡൈജഷനും ഒക്കെ നടക്കുന്നത്. വേസ്റ്റ് ഉള്ളത് സെൽ സർഫേസിലെ കൂടെ തന്നെ പുറത്തു പോകും. സിമ്പിൾ ആണ് അല്ലെ.